What's up guys, welcome back to my channel. This is Ashwin Bhaskar back with another video. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു മൈക്ക് പരിചയപ്പെടുത്തി തരാം. One sec. Here, the Soyuz 017 FET. Thank you Soyuz Microphones and Modi Digital for sending this out to me. So, let's check this out. Soyuz FET 017 ഒരു ലാർജ് ഡയഫ്രം കണ്ടൻസർ മൈക്രോഫോണാണ്. ഇത് വരുന്നത് ഒരു ഗോൾഡൻ ആൻഡ് ക്രീം കളറിലാണ്. പറയാതിരിക്കാൻ വയ്യ, കാണാൻ നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയുള്ളൊരു മൈക്കാണ്. ആൻഡ് ദ ബിൽഡ് ക്വാളിറ്റി ഈസ് എക്സ്ട്രീംലി വെൽ ടേക്കൻ കെയർ ഓഫ്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു മൈക്കാണ്. ഇതിൻ്റെ ഡിസൈൻ ഇവർ സോയൂസ് സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഡിസൈൻ ഇൻസ്പയർ ചെയ്തതാണെന്ന് തോന്നുന്നു, അറിയില്ല. എനിവേയ്സ്, സോയൂസിൻ്റെ 017 എന്ന് പറഞ്ഞ മോഡലിന് രണ്ട് വേരിയൻസ് ആണ് ഉള്ളത്. വൺ ഇസ് 017 ട്യൂബ് ആൻഡ് ദി അതർ വൺ ഇസ് 017 FET. എൻ്റെ കയ്യിലുള്ളത് 017 FET എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് $2,699 ആണ്. നാട്ടിൽ ഏകദേശം 2.5 ലക്ഷം രൂപയുടെ അടുത്ത് വരും. മൈക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ടെസ്റ്റിങ്ങും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ലേറ്റ് പോർഷനിലേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ മൈക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഞാൻ ആ മൈക്ക് താഴ്ത്തി വെച്ചിട്ടുണ്ട്. നല്ല വെയിറ്റുള്ള മൈക്കാണ്, അതുകൊണ്ട് പിടിച്ചേക്കാൻ വയ്യ. സോ എനിക്കിതിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇൻ പാക്കിംഗ്. ഇത് കംപ്ലീറ്റ്ലി ഒരു വുഡൻ മെയ്ഡ് ആയിട്ടുള്ളൊരു ബോക്സിലാണ് വരുന്നത്. ഇതാണ് ആ ബോക്സ്. വുഡൻ മെയ്ഡ് ബോക്സ് ആയതുകൊണ്ട് മൈക്ക് ഇതിനകത്ത് വെക്കുകയാണെങ്കിൽ മോയ്സ്ചർ അത്ര പെട്ടെന്ന് മൈക്കിലേക്ക് എത്തില്ല. പിന്നെ ബോക്സ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോക്സിനകത്ത് മൈക്ക് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഒരു ഷോക്ക് മൗണ്ട് വരുന്നുണ്ട് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി മെറ്റൽ. പിന്നെ ഒരു -20 dB പാഡ് വരുന്നുണ്ട്, അത് വേറെ തന്നെ ഒരു യൂണിറ്റ് ആയിട്ടാണ് ഇവർ തന്നിട്ടുള്ളത്. പിന്നെ ഒരു സെക്കൻഡറി മൗണ്ട് ഉണ്ട്, ഷോക്ക് മൗണ്ട് അല്ല, പക്ഷേ നമുക്ക് നോർമലി മൈക്ക് സ്റ്റാൻഡിലേക്ക് മൗണ്ട് ചെയ്യാനുള്ളൊരു വേറൊരു യൂണിറ്റും തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയൊരു എൻവലപ്പും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബോക്സിൽ വരുന്നത്. ഈ എൻവലപ്പിനകത്ത് വരുന്ന കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയൂസിൻ്റെ 2 സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, പിന്നെ സോയൂസ് ടീമിൻ്റെ അടുത്ത് നിന്ന് വരുന്നൊരു ലെറ്റർ പോലത്തെ ഒരു സാധനമുണ്ട്, മൈക്കിനെ പറ്റി ചെറുതായിട്ട് പറയുന്ന ഒരു കാർഡ്, പിന്നെ അതിൻ്റെ വാറൻറ്റി കാർഡ് ഉണ്ട്, പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്യാനും അതിനൊക്കെ ഉള്ളൊരു വാറൻറ്റി കാർഡാണ്. പിന്നെ 2 മൈക്കിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന ഒരു ചെറിയ കാർഡുണ്ട്. ദെൻ മൈക്കിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ചാർട്ട് ഉണ്ട്. പിന്നെ അതിനകത്തൊരു ചെറിയ എൻവലപ്പും കൂടെ ഉണ്ട്. അതിനകത്ത് വരുന്ന കുറച്ച് സൈൻഡ് കാർഡ്സ് ആണ്. അതിൽ മെഷീൻഡ് വിത്ത് കെയർ ബൈ ഐവൻ. പിന്നെ ഈ പെർട്ടിക്കുലർ മൈക്ക് ടെസ്റ്റ് ചെയ്ത ആളുടെ സൈൻഡ് കാർഡാണ് വ്ളാഡിമിർ. ആൻഡ് ഈ മൈക്ക് അസംബിൾ ചെയ്ത ആളുടെ സൈൻഡ് കാർഡ് ഓൾഗ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദേ ഗേവ് സോ മച്ച് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇൻ പാക്കിംഗ് എന്ന്. കാരണം ഞാൻ യൂസ് ചെയ്ത വേറൊരു ബ്രാൻഡിലും ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല, വിച്ച് ഈസ് എ റിയലി നൈസ് ടച്ച്. ഇനി നമുക്ക് മൈക്കിൻ്റെ സൗണ്ട് കേട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഈസ് ഫ്രം ദിസ് DJI മൈക്ക്. ആൻഡ് നമുക്ക് സോയൂസിലേക്ക് സ്വിച്ച് ചെയ്യാം ഇൻ 3, 2, 1. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ കംപ്ലീറ്റ്ലി ഈ മൈക്കിൽ നിന്നാണ്. ലെറ്റ് മീ നോ ഹൗ ഇറ്റ് സൗണ്ട്സ്. ഞാനിപ്പോൾ മൈക്കിൽ നിന്ന് ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ നമുക്ക് മൈക്കിൻ്റെ സൗണ്ട് ഇങ്ങനെയാണ് കേൾക്കാൻ പറ്റുന്നത്. ഞാൻ മൈക്കിൻ്റെ അടുത്തേക്ക് കുറച്ചും കൂടെ പോകുമ്പോൾ മൈക്കിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് മാറുന്നത് നോക്കാം. ഇപ്പോൾ ഐ എം ക്ലോസർ ടു ദ മൈക്ക്. മൈക്കിൻ്റെ ക്യാപ്സ്യൂളിൽ നിന്ന് 2-3 ഇഞ്ചസ് വിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ മൈക്കിന് ഏകദേശം ഈ ഒരു സൗണ്ടാണ് ഉണ്ടാകുന്നത്. ഞാൻ ഈ മൈക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മൈക്ക് ഹാസ് റിയലി ഗുഡ് ലോ എൻഡ് ആൻഡ് ഇറ്റ് ഈസ് ബാലൻസ്ഡ്. പിന്നെ മിഡ്സ് വളരെ സ്മൂത്ത് ആണ്. ആൻഡ് ഹൈസിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ക്ലിയർ ആണ്, പക്ഷേ അത്ര ഹാർഷ് അല്ല. സോ ഓവറോൾ നോക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് ടെക്സ്ചർ എനിക്ക് ഭയങ്കര പ്ലീസിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ദിസ് മൈക്ക് ഈസ് എ വെരി ഗുഡ് ചോയ്സ് ആസ് യുവർ പ്രൈമറി മൈക്രോഫോൺ. ഞാൻ ഈ അടുത്ത് തന്നെ എൻ്റെ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആബിലോൺ ക്രിയേറ്റീവ് ഹബ്. അവിടുത്തെ ഒരു പ്രൈമറി മൈക്രോഫോണായിട്ട് ഈ മൈക്കായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ഇപ്പം നിങ്ങൾക്ക് മൈക്കിൽ സംസാരിക്കുമ്പം അതിൻ്റെ ടോണൽ ടെക്സ്ചർ എന്താണെന്ന് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതിൽ 1-2 വേറെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. I don't know what is going on. It can't be going wrong. And I've been moving on. Yeah. Long days and falling for the nights to leave you out of sight. I never did and why. And every time that I wanna believe it, you show up knocking my door like you mean it. I thought that I'd let you go, but don't feel it. You always been coming on. Ooh, you adore me. I can feel you coming back to me. Let's go party. I
can never seem to let you go. Won't be sorry, even when I try, you're all I know. Only body you've been holding on, you made us one. സോ ദാറ്റ് ഈസ് ഹൗ ദിസ് മൈക്ക് സൗണ്ട്സ്. നിങ്ങൾക്ക് ഈ മൈക്കിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, പീസ് ഔട്ട്. I can feel you coming back to me. Let's go party.